ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 3 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 4, 5 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലായി യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബ്തും ഫഇദ്ദതുഹുന്ന സലാസതു അശ്ഹുരിൻ വല്ലായി ലം യഹിദ് വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹുന്ന വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ ദാലിക അംറുല്ലാഹി അൻസലഹു ഇലൈക്കും വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅ്ളിം ലഹു അജ്റാ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, കൃത്യമായ ഇദ്ദയുടെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ വേർപിരിയാനുള്ള തീരുമാനമെടുക്കാം. രണ്ടാണെങ്കിലും അത് മാന്യമായ രൂപത്തിലായിരിക്കണം. മാത്രവുമല്ല, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം അള്ളാഹു നൽകും എന്നും സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, വല്ലായി യഇസ്ന മിനൽ മഹീദി. യഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു എന്നാണ്. അത് കുറേ സ്ത്രീകൾ നിരാശപ്പെട്ടു എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ യഇസ്ന എന്നാണ് പറയുക. യഇസ, യഇസ, യഇസു, യഇസത്ത്, യഇസത്ത, യഇസ്ന. യഇസ്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ നിരാശപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ അല്ലായി എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറയും. ഇപ്പോൾ സാധാരണ നമ്മൾ അല്ലദീന ചേർത്ത് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. ആമനു എന്നുള്ളതിൻ്റെ മുമ്പിലൊക്കെ അല്ലദീന ചേർക്കുമ്പോൾ അല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറയാറില്ലേ. ആ അല്ലദീനയുടെ സ്ത്രീലിംഗ രൂപമാണ് അല്ലായി. അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി എന്നും പറയും, അല്ലായി എന്നും പറയും. അപ്പോൾ അല്ലായി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. അപ്പോൾ അല്ലായി ഇസ്ന, നിരാശപ്പെട്ടവർ, നിരാശപ്പെട്ട സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരിക. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്. അത് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അപ്പോൾ വല്ലായി ഇസ്ന, നിരാശപ്പെട്ടവർ. മിനൽ മഹീദി, മിൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്, അതിൽ നിന്ന്, അതിനെ സംബന്ധിച്ച്. മഹീദ് മാസമുറ, ആർത്തവം, മെൻസസ്, പീരിയഡ്. അപ്പോൾ മിനൽ മഹീദി, മാസമുറയെ സംബന്ധിച്ച്, മാസമുറയിൽ നിന്ന്. മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്. നിസാ സ്ത്രീകൾ, കും നിങ്ങളുടെ, നിസായിക്കും നിങ്ങളുടെ സ്ത്രീകൾ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് പീരിയഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മാസമുറയെക്കുറിച്ച് നിരാശപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മാസമുറ നിന്ന് പോയവർ എന്നർത്ഥം. മാസമുറ നിലച്ചവർ. ഇനി ഇർത്തബത്തും, ഇർത്താബ എന്ന് പറഞ്ഞാൽ സംശയിച്ചു എന്നാണ്. അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ ഇർത്താബ അൻതും എന്നല്ല പറയാം, ഇർത്തബത്തും എന്നാ പറയാം. നിങ്ങൾ സംശയിച്ചു. അതിനു മുമ്പിൽ ഇൻ എന്ന് ചേർക്കുമ്പോൾ ഇനിർത്തബത്തും, നിങ്ങൾ സംശയിക്കുന്ന പക്ഷം, നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ. ഫ ഇദ്ദത്തുഹുന്ന, ഫ അപ്പോൾ ഇദ്ദത്തുഹുന്ന, അവരുടെ ഇദ്ദാകാലം. ഇദ്ദ എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം എണ്ണം എന്നൊക്കെയാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നത് ഇദ്ദാകാലം. ഒന്നുകിൽ വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീ, അവർ കുറച്ചു കാലം ഇദ്ദ ഇരിക്കണമല്ലോ. ആ ഒരു ഇദ്ദാകാലത്തെയാണ് ഇദ്ദ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ചില നിബന്ധനകളോട് കൂടി ഇരിക്കേണ്ട അല്ലെങ്കിൽ ആ തരത്തിൽ ആചരിക്കേണ്ട ഒരു കാലഘട്ടം. അപ്പോൾ ഫ ഇദ്ദത്തുഹുന്ന, ഫ അപ്പോൾ ഇദ്ദത്തുഹുന്ന, അവരുടെ ഇദ്ദാകാലം. ഹുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ. ഫ ഇദ്ദത്തുഹുന്ന, അപ്പോൾ അവരുടെ ഇദ്ദാകാലം. സലാസത്തു അഷ്ഹുരിൻ, സലാസത്ത് എന്ന് പറഞ്ഞാൽ 3, അഷ്ഹുർ എന്നുള്ളത് ഷെഹറിൻ്റെ ബഹുവചനമാണ്, ജം ആണ്. ഷെഹർ എന്ന് പറഞ്ഞാൽ മാസം, അഷ്ഹുർ മാസങ്ങൾ. അപ്പോൾ സലാസത്തു അഷ്ഹുരിൻ 3 മാസങ്ങളാണ്. വല്ലായി ലം യഹദ്ന, അവിടെ വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അതുമാത്രമല്ല, ഇനി പറയുന്നതും കൂടെ അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കണം. വല്ലായി ലം യഹദ്ന, ഹാദ എന്ന് പറഞ്ഞാൽ മാസമുറ ഉണ്ടായി. അത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്, മാദിയായ രൂപമാണ്. അതിൻ്റെ മുലാരി യഹീദു, തഹീദു എന്നൊക്കെയാണ്.
അതിൽ തഹീദു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപം, അതായത് തഹീദു, തഹീദാനി, യഹിദ്ന എന്നാണ് വരിക. യഹിദ്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾക്ക് മാസമുറ ഉണ്ടാകും അല്ലെങ്കിൽ മാസമുറ ഉണ്ടാകുന്നു. അതിൻ്റെ മുമ്പിൽ ലം എന്ന് വരുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ലം യഹ്ദിന, അവർക്ക് മാസമുറ ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുമ്പിൽ അല്ലാ ഈ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നുള്ള അർത്ഥം കിട്ടും. അല്ലാ ഈ ലം യഹ്ദിന, മാസമുറ ഉണ്ടായിട്ടില്ലാത്തവർ, ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവർ. അതിൻ്റെ തുടക്കത്തിൽ അത്ഫിൻ്റെ വാവുണ്ട്. വല്ലാ ഈ ലം യഹ്ദിന, മാസമുറ ഉണ്ടായിട്ടില്ലാത്തവർക്കും അല്ലെങ്കിൽ അവരുടെയും എന്ന് പറഞ്ഞാൽ അവരുടെയും കാലാവധി ഈ മുകളിൽ പറഞ്ഞത് തന്നെയാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി വ ഉലാത്തുൽ അഹ്മാലി, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. ഉലാത്ത് എന്നുള്ള പദം നമുക്ക് പരിചയം ഉണ്ടാവും, ദൂ എന്നൊക്കെ, അത് ഉള്ള എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ദാത്ത് അതൊക്കെ നമുക്ക് പഠിച്ച് പരിചയമുള്ള പദമാണല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഉലു എന്നുള്ളത് പുല്ലിംഗവും ഉലാത്ത് എന്നുള്ളത് സ്ത്രീലിംഗവുമാണ്. അർത്ഥം ഉള്ള അല്ലെങ്കിൽ ഉടമസ്ഥ എന്നൊക്കെ. അപ്പോൾ ഉലാത്തുൽ അഹ്മാലി, അഹ്മാൽ എന്ന് പറഞ്ഞാൽ ഹംലിൻ്റെ ബഹുവചനമാണ് അഹ്മാൽ. ഹംൽ എന്ന് പറഞ്ഞാൽ ഗർഭം. അപ്പോൾ ഉലാത്തുൽ അഹ്മാലി, ഗർഭങ്ങൾ ഉള്ള എന്നർത്ഥം കിട്ടും. അതായത് ഗർഭങ്ങളുടെ ഉടമസ്ഥ അല്ലെങ്കിൽ ഗർഭങ്ങൾ ഉള്ള എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വ ഉലാത്തുൽ അഹ്മാലി, ഗർഭിണികളുടെ കാര്യത്തിൽ അജലുഹുന്ന, അജല് അവധി, അജലുഹുന്ന അവരുടെ അവധി. ഐ യളഅ്ന, വദഅ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു, അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുദാരിയായിട്ടുള്ള രൂപം യദഉ, തളഉ എന്നൊക്കെയാണ്. അതിൽ ആ തളഉ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപം തളഉ, തളആനി, യളഅ്ന എന്നാണ് വരിക. യളഅ്ന എന്ന് പറഞ്ഞാൽ അവർ പ്രസവിക്കും അല്ലെങ്കിൽ അവർ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ എന്നുള്ള രൂപത്തിലാണ് അവസാനത്തെ ആ നൂന് വന്നത്. അതിനു മുമ്പിൽ അൻ ചേർക്കുമ്പോൾ ഐ യദഅ്ന, അവർ പ്രസവിക്കലാണ്. അപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവധി അവർ പ്രസവിക്കലാണ്. എന്ത് പ്രസവിക്കൽ? ഹംലഹുന്ന, അവരുടെ ഗർഭം. ഹംല് ഗർഭം, ഹുന്ന അവരുടെ, ഹംലഹുന്ന അവരുടെ ഗർഭം. വമൈ യത്തഖില്ലാഹ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. മൻ, ആരാണോ, യത്തഖില്ലാഹ, ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു, സൂക്ഷ്മത പാലിച്ചു, ഭക്തി കാണിച്ചു. യത്തഖീ, സൂക്ഷ്മത പാലിക്കും, സൂക്ഷ്മത പാലിക്കുന്നു. അതിന് മുമ്പിൽ മൻ, നിബന്ധനയുടെ മൻ വരുമ്പോൾ മൈ യത്തഖി എന്നായിട്ട് മാറും. ആ നീട്ടൽ നഷ്ടപ്പെടും, യാ നഷ്ടപ്പെടും. അപ്പോൾ മൈ യത്തഖി, ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, അള്ളാഹ, അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്നത്. യജ്അൽ ലഹു, ജഅല എന്ന് പറഞ്ഞാൽ ആക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി, ഏർപ്പെടുത്തി എന്നൊക്കെയാണ്. യജ്അലു, ഉണ്ടാക്കും, ഏർപ്പെടുത്തും. യജ്അൽ ലഹു, അവന് ഉണ്ടാക്കും, അവന് ഏർപ്പെടുത്തും. മിൻ അംരിഹി, അവൻ്റെ കാര്യത്തിൽ, അമ്ര കാര്യം, അമ്രുഹു അവൻ്റെ കാര്യം, മിൻ വരുമ്പോൾ മിൻ അംരിഹി എന്നാവും, അവൻ്റെ കാര്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യത്തെ സംബന്ധിച്ച്. യുസ്രൻ, എളുപ്പം, അവൻ്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പം ഉണ്ടാക്കി കൊടുക്കും. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം വല്ലാഇ യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇക്കും ഇൻ ഇർതബ്തും ഫഇദ്ദത്തുഹുന്ന സലാസത്തു അഷ്ഹുരിൻ വല്ലാഇ ലം യഹിദ്ന, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് മാസമുറയുടെ കാര്യത്തിൽ നിരാശപ്പെട്ടവർക്ക് 3 മാസക്കാലമാണ് അവരുടെ ഇദ്ദാകാലം. മാത്രമല്ല മാസമുറ ഉണ്ടായിട്ടില്ലാത്തവർക്കും അതുതന്നെയാണ് അവരുടെ ഇദ്ദാകാലം. വ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന ഐ യദഅ്ന ഹംലഹുന്ന, എന്നാൽ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ആ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ദാകാലം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അള്ളാഹു അവരുടെ കാര്യത്തിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കും. ദാലിക അമ്രുല്ലാഹി അൻസലഹു, ദാലിക അത്, അമ്രുല്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അൻസലഹു, അൻസല അവതരിപ്പിച്ചു, ഇറക്കി. അൻസലഹു അതിനെ ഇറക്കി, അതിനെ അവതരിപ്പിച്ചു. ഇലൈക്കും നിങ്ങളിലേക്ക്. ദാലിക അമ്രുല്ലാഹി അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അൻസലഹു അവൻ അതിനെ ഇറക്കി. ഇലൈക്കും നിങ്ങളിലേക്ക്. വമൻ യത്തഖില്ലാഹ ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ഇത് നേരത്തെ വന്നല്ലോ. യുക്കഫിർ അൻഹു, കഫറ യുക്കഫിറു, കഫറ എന്ന് പറഞ്ഞാൽ മായ്ച്ച് കളഞ്ഞു. യുക്കഫിറു മായ്ച്ച് കളയും. അൻഹു അവന്. സയ്യിആത്തിഹി അവൻ്റെ തിന്മകൾ. സയ്യിഅത്തുൻ ജമ സയ്യിആത്ത്. സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മ, സയ്യിആത്ത് തിന്മകൾ. സയ്യിആത്തിഹി അവൻ്റെ തിന്മകളെ. വ യുഅ്ലിം, അഅ്ലമ എന്ന് പറഞ്ഞാൽ വമ്പിച്ചതാക്കി എന്നാണ്. യുഅ്ലിമു വമ്പിച്ചതാക്കും. വ യുഅ്ലിം
അവൻ വമ്പിച്ചതാക്കുകയും ചെയ്യും, ലഹു അവന് അജ്റൻ പ്രതിഫലം. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ദാലിക അമ്രുല്ലാഹി അൻസലഹു ഇലൈക്കും, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അവൻ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് അള്ളാഹു അവരുടെ തെറ്റുകൾ മായ്ച്ചു കൊടുക്കും. വയുഅ്ളിം ലഹു അജ്റൻ, അവരുടെ പ്രതിഫലം അള്ളാഹു വമ്പിച്ചതാക്കുകയും ചെയ്യും. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? വല്ലാഇ യഇസ്ന മിനൽ മഹീളി, മാസമുറയെക്കുറിച്ച് നിരാശപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മാസമുറ നിലച്ചു പോയവർ, നിന്നവർ, ഒരുപാട് കാലം ആ മാസമുറയ്ക്ക് ഉണ്ടായി, പിന്നീടത് നിന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇദ്ദാകാലം, അവർ വിവാഹമോചിതയാവുകയാണെങ്കിൽ അവരുടെ ഇദ്ദാകാലം എന്ന് പറയുന്നത് അവർക്ക് പിന്നെ മാസമുറ വെച്ചിട്ട് 3 ശുദ്ധികാലം എണ്ണാൻ പറ്റില്ലല്ലോ, കാരണം മാസമുറ ഇല്ല, നിന്നുപോയി. അപ്പോൾ 3 മാസം, സലാസത്തു അഷ്ഹുർ, 3 മാസം എന്ന് പറഞ്ഞാൽ 3 അറബ് മാസം. അത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിലാണ് വിവാഹമോചനം നടന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് എണ്ണാൻ എളുപ്പമാണ്, ഒരു 3 മാസം കണക്കാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു മാസത്തിൻ്റെ ഇടയിലാണെങ്കിൽ 30 ദിവസം വെച്ചിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. ശരി, അപ്പോൾ 3 മാസക്കാലമാണ് അവരുടെ ഇദ്ദാകാലം. വല്ലാഇ ലം യഹിദ്ന, ഇനി മാസമുറ ഇല്ലാത്തവർക്കും ഉണ്ടായിട്ടില്ലാത്തവർക്കും, ഒരു പക്ഷേ ചില ആളുകൾക്ക് മാസമുറ ഉണ്ടാവാൻ ഒരുപാട് താമസിച്ചേക്കാം, ഒട്ടും ഇല്ലാത്ത ആളുകളും അപൂർവമായിട്ടുണ്ടായേക്കാം, പ്രായം കുറവുള്ളത് കാരണം കൊണ്ടും അതില്ലാതിരിക്കാം. അപ്പോൾ മാസമുറ ഉണ്ടായിട്ടില്ലാത്ത ഒരു വിവാഹമോചിതയുണ്ടെങ്കിൽ അവരുടേതും ഇതുപോലെ തന്നെ 3 മാസക്കാലമാണ് അവരുടെ ഇദ്ദാകാലം. എന്നാൽ വ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹുന്ന, ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം വരെയാണ് അവരുടെ ഇദ്ദാകാലം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര, അള്ളാഹുവിനെ ആരാണോ സൂക്ഷിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ദാലിക അമ്രുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അൻസലഹു, അവൻ അവതരിപ്പിച്ചതാണത്, ഇലൈക്കും നിങ്ങളിലേക്ക്. വമൻ യത്തഖില്ലാഹ, ആരാണോ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, യുകഫിർ അൻഹു സയ്യിആതിഹി, അത്തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ, അവരുടെ തെറ്റുകൾ മായ്ച്ചു കൊടുക്കും. വയുഅ്ളിം ലഹു അജ്റൻ, അവരുടെ പ്രതിഫലം വമ്പിച്ചതാക്കുകയും ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, ഈ ഒരു ആയത്തിൽ ചില ഇദ്ദാകാലങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. അതായത് ആർത്തവം നിലച്ചു പോയ ആളുകൾ അല്ലെങ്കിൽ മാസമുറ നിന്നുപോയ ആളുകൾക്ക് അവർക്ക് പിന്നീട് 3 മാസം അറബ് മാസം എണ്ണിയാൽ മതി, അതാണ് ഇദ്ദാകാലം. ഇനി ഒട്ടും ഉണ്ടായിട്ടില്ലാത്ത ആളുകളുണ്ടാവാം. അത് അപ്പോൾ നമുക്ക് ചിലപ്പം സംശയം തോന്നും, മാസമുറ ഒട്ടും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പ്രായപൂർത്തിയാവും, അപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇസ്ലാമിൽ പ്രായപൂർത്തി എന്നുള്ളത് ഈ മാസമുറയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ചില ആളുകൾക്ക് ഒരുപാട് വൈകിട്ടാണ് മാസമുറ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. പ്രായപൂർത്തി എന്നുള്ളത് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വകതിരിവ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അള്ളാഹുവിനെ പറ്റിയും സ്വർഗ്ഗനരകങ്ങളെപ്പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം എത്തിക്കഴിഞ്ഞാൽ അതാണ് പ്രായപൂർത്തി. അത് ചെറിയ ഒരു കുട്ടിക്ക് മാസമുറ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാസമുറ ഉണ്ടാവാൻ ചിലപ്പോൾ വൈകിയേക്കാം, ഒട്ടും ഉണ്ടായിട്ടില്ലാത്ത അവസരങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ, ഒരു സ്ത്രീയുടെ ഒരു വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ അവരുടെ ഇദ്ദാകാലം എന്നുള്ളത് 3 മാസക്കാലമാണ്, 3 അറബ് മാസമാണ് കൂട്ടേണ്ടത്. എന്നാൽ ഒരു ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ആ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ദാകാലം. അപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, ഒരു വിവാഹമോചിത, ആ വിവാഹമോചിത ഗർഭിണിയാണ്, ആ സമയത്ത് ആ ഇദ്ദാകാലത്തിലിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദാകാലം. ലൈംഗിക ബന്ധം ഒട്ടും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ ഒരു വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇദ്ദ വേണ്ട. അങ്ങനെ ഓരോ നിയമങ്ങളാണ് ഓരോന്നിനും. ഒട്ടും ലൈംഗിക ബന്ധം നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഇദ്ദ വേണ്ട, ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും. അപ്പോൾ ഇവിടെ ഗർഭിണിയാണ്, അതേസമയം ഭർത്താവ് മരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഇദ്ദാവേളയിൽ എന്ത് ചെയ്യണം? ഇവിടെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഭൂരിപക്ഷ അഭിപ്രായം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ഭൂരിപക്ഷ അഭിപ്രായം അതിൽ ഏത് കാലയളവാണോ വലുത് അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള ഇദ്ദാകാലമായിട്ടുള്ള 4 മാസവും 10 ദിവസവുമാണോ കൂടുതൽ, അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുക. അതല്ല പ്രസവിക്കലാണോ കൂടുതൽ ദിവസം വരിക, അങ്ങനെയാണെങ്കിൽ അതാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഇദ്ദാകാലം തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഭർത്താവ് അങ്ങ് മരിച്ചു,
അങ്ങനെയാണെങ്കിൽ ഇദ്ദാക്കാലം തീരാൻ ഇനി കുറച്ചും കൂടെ ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവിടെ നിർത്താൻ പാടില്ല. ആ ഭർത്താവ് മരിച്ച അന്ന് മുതൽ 4 മാസവും 10 ദിവസവും കണക്ക് കൂട്ടിയിട്ടിരിക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളത്. അള്ളാഹു പറയാണ്, അള്ളാഹു അവർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. നമ്മൾ അള്ളാഹു പറയുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും കാര്യങ്ങളെല്ലാം. അവർക്ക് ചില എളുപ്പങ്ങൾ നൽകും. പല വിഷയങ്ങളിലും അള്ളാഹു എളുപ്പങ്ങൾ നൽകും. ദാലിക അംറുല്ലാഹി അൻസലഹു ഇലൈക്കും. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് നിങ്ങളിലേക്ക് അവതരിപ്പിച്ച കൽപ്പനകളാണ്. അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന കാര്യമൊക്കെ എന്തിനാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് പലതും നമ്മളുടെ ബുദ്ധിക്ക് ബോധ്യം വന്നാൽ മാത്രം ചെയ്യുന്നൊരവസ്ഥയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങൂല. എല്ലാം നമുക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളല്ല, ഉത്തരം കിട്ടൂല. നമുക്ക് അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് സൃഷ്ടാവ് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് അതേപടി അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതല്ലാതെ അത് ബോധ്യപ്പെട്ടാലേ നമ്മൾ ചെയ്യൂ എന്നുള്ളതല്ല. അതായത് ഒരു മുസ്ലിം സ്ത്രീ എന്തുകൊണ്ട് ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു, ഒരു മുസ്ലിം പുരുഷൻ എന്തുകൊണ്ട് ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, എൻ്റെ റബ്ബ് എന്നോട് അങ്ങനെയാണ് വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ധരിക്കുന്നു എന്നായിരിക്കണം. അതല്ലാതെ ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ എനിക്ക് ഒരുപാട് സംരക്ഷണം ലഭിക്കും, എനിക്ക് ആക്രമണങ്ങൾ കുറയും, ഇതൊന്നുമല്ല. അതൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന മറ്റു കാര്യങ്ങളായിരിക്കാം. പക്ഷേ എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു, ഇതായിരിക്കണം. അതല്ലാതെ അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ കോട്ടങ്ങളുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ടല്ല. അതേപോലെ തന്നെ ഇവിടെ യുദ്ധാകാലത്തിൻ്റെ ഈ കണക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ, എൻ്റെ റബ്ബ് അങ്ങനെ എന്നോട് പറഞ്ഞു, അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലാതെ അതിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമല്ല അത്. ഇപ്പോൾ ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം അതിന് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരുന്ന് എഴുതാൻ യോഗ്യനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അയാൾ എഴുതിയ മരുന്ന് എന്താണ് ഏതാണ് എന്നും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമല്ലല്ലോ നമ്മൾ ആ മരുന്ന് വാങ്ങി കഴിക്കുന്നത്. ഒരു വിദഗ്ധനായ ഡോക്ടറാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ മരുന്ന് നമ്മൾ കഴിക്കും, നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം അതിന് യോഗ്യനാണ്, നമുക്കറിയാം. ഇതേപോലെ നമുക്ക് നിയമങ്ങൾ വിധിക്കാൻ അള്ളാഹു അർഹനാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചില നിയമങ്ങൾ പറഞ്ഞാൽ അതെന്തിനാണ് ഏതിനാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമല്ല ചെയ്യേണ്ടത്. നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൽ എന്തൊക്കെ നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നതും നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടാത്തതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഒരു സത്യവിശ്വാസി. അതാണ് പൂർണ്ണമായ രൂപത്തിൽ സമർപ്പണം. മുസ്ലിം അള്ളാഹു എന്ത് കാര്യങ്ങൾ കൽപ്പിച്ചാലും അത് പൂർണ്ണമായ രൂപത്തിൽ നമ്മളെങ്ങ് സമർപ്പിക്കുകയാണ്, അത് അംഗീകരിക്കുകയാണ്, അതനുസരിച്ച് ജീവിക്കുകയാണ്. അതാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം വമ്പിച്ചതാക്കും. അവർക്ക് ജീവിതത്തിൽ എളുപ്പം നൽകും. തൊട്ട് മുമ്പത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊരു തുറവി, ഒരു എക്സിറ്റ്, അവരാരും കാണാത്ത ഒരു പരിഹാര മാർഗം അള്ളാഹു അവർ ചിന്തിക്കാത്ത രൂപത്തിൽ നൽകുമെന്ന് പറഞ്ഞു. ഇവിടെയും അതുപോലെ തന്നെയാണ്, അവർക്ക് കാര്യങ്ങളിൽ എളുപ്പം നൽകും. അപ്പോൾ അള്ളാഹു കൃത്യമായിട്ട് നമ്മളോട് പറയാണ്, നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവണമെന്നില്ല. ഇത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, ഇത് നിങ്ങൾ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എളുപ്പങ്ങൾ നൽകും അള്ളാഹു, നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നൽകും അള്ളാഹു. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഈ ആയത്തിൽ ഇനി ഋത്തബത്തും എന്നൊരു പദം വന്നു. നിങ്ങൾ സംശയിക്കുന്ന പക്ഷം അവരുടെ ഇദ്ദാകാലം 3 മാസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ സംശയിക്കുന്ന പക്ഷം? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, സൂറത്തുൽ ബഖറയിൽ മാസമുറയുള്ള സ്ത്രീകളുടെ ഇദ്ദാകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാസമുറ ഇല്ലാത്ത അല്ലെങ്കിൽ അത് നിന്നുപോയ സ്ത്രീകളുടെ ഇദ്ദാകാലം എങ്ങനെയായിരിക്കും എന്ന സംശയം വന്നു. അതിൻ്റെ മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഈ രക്തസ്രാവം, ബ്ലീഡിങ്, അത് സാധാരണ രക്തസ്രാവമാണോ അതല്ലെങ്കിൽ മാസമുറയുടെ രക്തസ്രാവമാണോ എന്നുള്ള ആ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്ത രൂപത്തിൽ സംശയിക്കുന്ന പക്ഷം നിങ്ങളുടെ ഇദ്ദാകാലം നിങ്ങൾ 3 മാസമായിട്ട് പരിഗണിക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് അങ്ങനെ 2 അഭിപ്രായങ്ങൾ ആ കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇദ്ദാകാലം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, ആർത്തവമൊക്കെയുള്ള മാസമുറയുള്ള സ്ത്രീകളാണെങ്കിൽ 3 ശുദ്ധികാലമാണ് അവരുടെ ഇദ്ദാകാലം. ഇനി മാസമുറ ഒട്ടും ഉണ്ടായിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം നിന്ന് പോയവരോ ആണെങ്കിൽ അവരുടെ ഇദ്ദാകാലം 3 മാസമാണ് എന്ന് പറഞ്ഞാൽ 3 അറബ് മാസമാണ്.
ഇനി വിവാഹത്തിന് ശേഷം ലൈംഗിക ബന്ധം ഒന്നും നടന്നിട്ടില്ല എങ്കിൽ ആ ഒരു സ്ത്രീക്ക് ഇദ്ദാകാലം ഇല്ല, ഇദ്ദ ആചരിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണെങ്കിൽ ഇദ്ദാകാലം 4 മാസവും 10 ദിവസവുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ഇദ്ദ ആചരിക്കൽ? ആ സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണഗതിയിൽ ഇദ്ദ ഇരിക്കൽ എന്നൊരു പ്രയോഗമുണ്ട്. ഇദ്ദ ഇരിക്കലല്ല, ഇദ്ദ ആചരിക്കലാണ്. അതായത് ഏതെങ്കിലും ഒരു റൂമിൽ നമ്മൾ ആരെയും കാണാതെ 4 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 മാസം ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ ആരെയും കാണാതെ ഇരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ ഇരിക്കുന്ന, അതല്ല ശരിക്കും ഇസ്ലാമിൽ ഹദീസുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഇദ്ദ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇദ്ദാ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ആഭരണങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ മോടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ കല്യാണ ആലോചന പാടില്ല, അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോവാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അത്യാവശ്യത്തിന് പോലും പുറത്തു പോവാതെ, ജോലിയുള്ള സ്ത്രീകളൊക്കെ ആ ജോലിക്ക് പോലും പോവാതെ വീട്ടിലിരിക്കുക. അവർ അധ്യാപകരാണെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കാൻ പോവാം, അപ്പോൾ മറ്റുള്ള ആളുകളെ കാണൂലേ എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ കാണും, മറ്റ് മതക്കാരെ കാണൂലേ, മറ്റുള്ള മതക്കാരെ കാണും. പക്ഷേ ഇതൊന്നും പാടില്ല എന്നുള്ളത് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമല്ല. അങ്ങനെയുള്ള രൂപത്തിലുള്ള സഹീഹായ ഹദീസുകളൊന്നുമില്ല. നമ്മൾ ഇദ്ദ ആചരിക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ള വസ്ത്രം ധരിക്കണം എന്നൊന്നും എവിടെയും കാണുന്നില്ല. അതേസമയത്ത് മാന്യമായ രൂപത്തിലുള്ള, മോടിയില്ലാത്ത തരത്തിലുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. കല്യാണ ആലോചന ആ സമയത്ത് പാടില്ല. അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനൊരു ഇദ്ദ ആചരണമാണ് വേണ്ടത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാം, അത്യാവശ്യം ഇല്ലെങ്കിൽ പുറത്തു പോകാതിരിക്കുക. ഇതാണ് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ആയത്തിൽ ആവർത്തിച്ച് പറയുന്നു, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് ഇങ്ങനെ കിട്ടും, അവർക്ക് അള്ളാഹു ഇത് നൽകും, അള്ളാഹു നൽകുന്ന ആ ഒരു പ്രതിഫലവും കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നു. കാരണം ഒരു നല്ല മനുഷ്യന് മാത്രമേ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല മനുഷ്യനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്ന മറ്റുള്ള സൗകര്യങ്ങളും സുഖങ്ങളും മറ്റുള്ള എളുപ്പമാർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹു, പരിഹാര മാർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹു നൽകും എന്നർത്ഥം. നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. തുടക്കത്തിൽ വല്ലാഇ, അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിലാണ്. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടുക. മദ് മുത്തസിൽ എന്ന് പറയും. അപ്പോൾ വല്ലാഇ യഇസ്ന മിനൽ മഹീദി മിൻ നിസായിക്കും, അവിടെ 2 നൂനുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ നൂനിന് സുക്കൂനാണ്, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള നൂനാക്കിയിട്ട് പറയാം. മിൻ നിസായിക്കും. നിസായിക്കും എന്നുള്ളിടത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൽ, നിസാഉൻ എന്നുള്ള ഒറ്റപ്പദമാണ്. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടുക. മിൻ നിസായിക്കും. ഇനിർത്തബുത്തും, അവിടെ ഇർത്തബുത്തും എന്നുള്ളിടത്ത് ബാഇന് സുക്കൂന്, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം അല്ലെങ്കിൽ കട്ടിയിൽ പറയണം, വെളിവാക്കി പറയണം. ഇനിർത്തബുത്തും. ഫഇദ്ദത്തുഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. സലാസത്തു അഷ്ഹുരിൻ, അവിടെ അഷ്ഹുരിൻ എന്നുള്ളിടത്ത് തെൻവീന്, അതിനുശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അഷ്ഹുരിയോ വ, അഷ്ഹുരിയോ വ. വല്ലാഇ, അവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിലായതുകൊണ്ട് നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടുക. ലം യഹ്ദിന എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആ നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അപ്പോൾ യഹിദിന് ചെറിയൊരു നൂനിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. നിർത്താതെ പോവുകയാണെങ്കിൽ യഹിദിന എന്ന് എഴുതിയ പോലെ തന്നെ അവിടെ പാരായണം ചെയ്തു പോകാം. വ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഐ യളഅന, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്, ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഐ യളഅന. ഹംലഹുന്ന, അതിനുശേഷം അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും പോകാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആ ഷദ്ദുള്ള നൂനിന് അവിടെ അവസാനത്തിൽ സുക്കൂന് കൊടുത്തിട്ട് നിർത്തണം. അപ്പോൾ ആദ്യം ശരിക്കും ഷദ്ദുള്ള നൂനെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സുക്കൂനുള്ള നൂനും പിന്നെ ഹർക്കത്തുള്ള നൂനുമാണല്ലോ. ആ ഹർക്കത്തുള്ള നൂനിനാണ് സുക്കൂന് വരിക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നീട്ടി ഇങ്ങനെ പറയുന്ന പോലെ ഉണ്ടാവുക. ഹംലഹുൻ, മണിച്ച് പറയുന്ന പോലെ ഉണ്ടാവും. ഹംലഹുൻ എന്ന് മാത്രമല്ല, ഹംലഹുൻ കുറച്ചങ്ങ് നീട്ടി പറയുന്ന പോലെ ഉണ്ടാവും. അവിടെ നിർത്താതെയാണ് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൂനിൻ്റെ ഷദ് അത് മണിച്ചിട്ട് പറയുക, ഹംലഹുന്ന എന്നുള്ള രൂപത്തിൽ അങ്ങനെ പാരായണം ചെയ്ത് പോവുക. വമയ്യത്തഖി, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വമയ്യത്തഖില്ലാഹ, യത്തഖില്ലാഹ, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പ് കസ്റുള്ള അക്ഷരം വന്നാൽ ലാഹ എന്നുള്ള ഉച്ചാരണം കിട്ടും. യത്തഖില്ലാഹ എന്ന് പറയില്ല, യത്തഖില്ലാഹ.
യജഅല്ലഹു, രണ്ട് ലാമുകൾ അടുത്തടുത്ത്, ആദ്യത്തെ ലാമിന് സുക്കൂന്, രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ലാമാക്കിയിട്ട് പറയാം യജഅല്ലഹു. ലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു, അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട്, അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക യജഅല്ലഹു. മിൻ അംരിഹി, മിൻ സുക്കൂനിലെ നൂന് വന്നു, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ഇൽഹാറാണ് നിയമം, ആ സുക്കൂനിലെ നൂനെ വെളിവാക്കി പറയണം. മിൻ അംരിഹി. അംരിഹി എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു, അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട്, അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക അംരിഹി. റാഇന് കസ്റാണ്, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. യുസ്രൻ, അവിടെ പാരായണം അവസാനിക്കുകയാണ്, ആയത്ത് അവസാനിക്കുകയാണ്, അവിടെ പാരായണം നിർത്തുമ്പോൾ യുസ്ര എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. കാരണം ഫത്തഹ് തൻവീനുള്ള ഒരു പദത്തിൽ പാരായണം അവസാനിപ്പിക്കുമ്പോൾ ഫത്തഹ ആക്കിയിട്ട് രണ്ടക്ഷരം നീട്ടുക, മദ് 70, അതുകൊണ്ട് യുസ്ര എന്ന് പറഞ്ഞിട്ടാണ് പാരായണം അവിടെ നിർത്തേണ്ടത്. ദാലിക അമ്രുല്ലാഹി അൻസലഹു, സായിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ സുക്കൂനിലെ നൂനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ അൻസലഹു, അൻസലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു, ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്ന അക്ഷരം ഹംസ കൂടിയാണ്. അത്തരം സന്ദർഭങ്ങളിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് അതിന് പറയാം. അപ്പോൾ അൻസലഹു. ഇലൈക്കും എന്ന് കഴിഞ്ഞിട്ട് അവിടെ ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിലും നിർത്താതെ ഓതുകയാണെങ്കിലും ഇലൈക്കും എന്നുള്ളത് അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. വമയ്യത്തക്കില്ലാഹ, യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന്, ആ സുക്കൂനിലെ നൂനെ യാ ഇലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. വമയ്യത്തക്കില്ലാഹ, യത്തക്കില്ലാഹ എന്നുള്ളിടത്ത് അള്ളാഹു എന്നുള്ളതിനെ ഇല്ലാഹ എന്നുള്ള ഉച്ചാരണത്തിൽ പറയാം, കാരണം തൊട്ട് മുമ്പുള്ള ഖൈ എന്നുള്ള ഒരു കസ്റുള്ള അക്ഷരമാണ്. യുക്കഫിർ അൻഹു, യുക്കഫിർ, അവിടെ റാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം കസ്റാണ്, ശേഷം ഇസ്ലാഹിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ യുക്കഫിർ എന്ന് പറയാം, യുക്കഫിർ എന്നുള്ളതിനേക്കാൾ യുക്കഫിർ എന്ന് പറയാം. അൻഹു എന്നുള്ളിടത്ത് സുക്കൂനിലെ നൂന് വന്നു, അതിനുശേഷം ഹ ആണ്, ആ സുക്കൂനിലെ നൂനെ ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയാം. അൻ ഹു എന്നുള്ളത് ഹ ഉലമീറാണ്, അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തില്ല. അൻ ഹു എന്നുള്ളിടത്ത് ഒരു സുക്കൂനിലെ നൂനാണ് വന്നത്, അതുകൊണ്ട് തന്നെ ആ ഹ ഉലമീറിനെ നീട്ടാൻ പാടില്ല, ഹു എന്നേ പറയൂ, അൻ ഹു. സയ്യി ആത്തിഹി എന്ന് കഴിഞ്ഞിട്ട് ഹ ഉലമീറുണ്ട്, അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതിന് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം സയ്യി ആത്തിഹി. വയുദിം ലഹു, ലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു, അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്നത് ഹംസ കൂടിയാണ്. അപ്പോൾ മദ്ദുസിലത്തുൽ കുബ്ര നേരത്തെ പറഞ്ഞ പോലെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. ലഹു. അജ്റൻ എന്നുള്ളടത്ത് ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം അല്ലെങ്കിൽ വെളിവാക്കി പറയണം, ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അജ്, അജ്റൻ എന്നാണ് അവിടെ എഴുത്ത്. അവിടെ പാരായണം അവസാനിക്കുക ആയതുകൊണ്ട്, ആയത്ത് അവസാനിക്കുക ആയതുകൊണ്ട് ഫത്തഹ് തൻവീനുള്ള ഒരു അക്ഷരത്തിൽ പാരായണം അവസാനിക്കുമ്പോൾ ഫത്തഹ ആക്കിയിട്ട് രണ്ടക്ഷരം നീട്ടണം, മദ് 70. അപ്പോൾ അജ്റ എന്ന് പറഞ്ഞിട്ടാണ് പാരായണം നിർത്തുക. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലാഇ യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബ്തും ഫഇദ്ദതുഹുന്ന സലാസതു അഷ്ഹുർ فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വല്ലാഇ, ആ ഒരു പദം നമുക്ക് ഒരു പുതിയ പദമായിരിക്കാം ഒരു പക്ഷേ. അല്ലസീ, അല്ലസാനി, അല്ലസീനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. അതായത് പുല്ലിംഗം ഏകവചനത്തിൻ്റെ കൂടെ അല്ലസീ, ദ്വിവചനത്തിൻ്റെ കൂടെ അല്ലസാനി, ബഹുവചനത്തിൻ്റെ കൂടെ അല്ലസീന. സ്ത്രീലിംഗം ഏകവചനത്തിൻ്റെ കൂടെ അല്ലത്തീ, ദ്വിവചനത്തിൻ്റെ കൂടെ അല്ലത്താനി, ബഹുവചനത്തിൻ്റെ കൂടെ അല്ലാത്തി അല്ലെങ്കിൽ അല്ലായി. ഇവിടെ സ്ത്രീലിംഗം ബഹുവചനാണ് വന്നത്. ഇസ്ന എന്നുള്ളത് സ്ത്രീലിംഗം ബഹുവചന രൂപത്തിലുള്ള ക്രിയയാണ്, അതുകൊണ്ടാണ് അല്ലായി എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടം സ്ത്രീകൾ എന്നാണ് അതിനർത്ഥം കിട്ടുക. ഇവിടെ ഇസു എന്നാണ് വിചാരിക്കുക, ഇസ, ഇസാ, ഇസു. അപ്പോൾ അത് പുല്ലിംഗ രൂപം. അവിടെ അല്ലസീനയാണ് ഉപയോഗിക്കുക, അല്ലസീന ഇസു എന്നാണ് പറയാം. അതേസമയം ഇസ്നെ ഉപയോഗിക്കുമ്പോൾ അത് സ്ത്രീലിംഗം ബഹുവചന രൂപമാണല്ലോ, അതുകൊണ്ട് അതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഇസ്മു മൗസൂലയും ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗമായിരിക്കണം, അതായത് അല്ലാഇ അല്ലെങ്കിൽ അല്ലാത്തി എന്നായിരിക്കണം. മിനൽ മഹീദി, മിൻ ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം, അതുകൊണ്ടാണ് മഹീദി അവസാനത്തിൽ കസ്റിട്ടത് മിൻ വന്നതുകൊണ്ടാണ്, ജറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മിൻ നിസാ ഇ, അവിടെ നിസാ ഇ എന്നെഴുതാൻ കാരണം മിന്ന് വന്നതുകൊണ്ടാണ്, ഹർഫ് ജറാണ്.
ഇനിർത്തബുത്തും ഫഇദ്ദത്തുഹുന്ന സലാസത്തു അഷ്ഹുരിൻ വല്ലാഇ ലം യഹിദ്ന. അവിടെ ലം എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടണം. പക്ഷേ ഇവിടെ മുദാരിയായിട്ടുള്ള ക്രിയ സ്ത്രീലിംഗം ബഹുവചന രൂപത്തിൽ വന്നപ്പോൾ അതിൻ്റെ രൂപം യഹിദ്ന തന്നെയാണ്. അവിടെ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അവിടെ ആ യഹിദ് എന്നുള്ള ആ ഒരു സുക്കൂന് ലം വന്നിട്ടില്ലെങ്കിലും അത് അങ്ങനെ തന്നെ സുക്കൂൻ ഉണ്ടാവും. അപ്പോൾ യഹിദ്ന എന്നുള്ളത് ജസ്മ് കിട്ടിയ അവസ്ഥയിലാണ് നമുക്ക് പറയാം. മുദാരിയാണ്, ജസ്മ് കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയാം. എങ്ങനെയാണത് വന്നത്? ശരിക്കും അതിൻ്റെ മാലി ഹാദ എന്നാണ്. അതിൻ്റെ മുദാരി യഹീദു, തഹീദു എന്നൊക്കെയാണ്. ഇതിൽ തഹീദു എന്നുള്ളതാണ് സ്ത്രീലിംഗ രൂപം. അതിനെ നമ്മൾ സർഫാക്കുന്ന സമയത്ത് തഹീദു, തഹീദാനി, യഹിദ്ന എന്നാണ് വരിക. ആ രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വ ഉലാത്തുൽ അഹ്മാലി. ഈ ഉലാത്തു എന്നുള്ള പദമൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ദാ, ദു, ദി ഒക്കെ പഠിച്ച പോലെ ഈ അഹ്മാലിലേക്ക് ഉലാത്തിനെ ചേർക്കുമ്പോൾ അഹ്മാൽ എന്നുള്ളത് മുദാഫിൻ ഇലൈഹി ആയിട്ടാണ് വരിക. അപ്പോൾ അഹ്മാൽ എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് അഹ്മാലി എന്നെഴുതിയത്. ഐ യദഅന ഹംലഹുന്ന. ഐ യദഅന പ്രസവിക്കലാണ്. എന്ത്? ഹംലഹുന്ന. അപ്പോൾ അത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മഫ്ഊലുൻ ബിഹി ആണല്ലോ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് പറയാം. അതുകൊണ്ടാണ് ഹംല എന്നെഴുതിയത്. അതിൻ്റെ നസ്ബ് കിട്ടിയ രൂപമാണത്, ഹംലഹുന്ന. വമൈ യത്തഖില്ലാഹ. മൻ എന്നുള്ളത് ഷർത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, നിബന്ധനയ്ക്ക് വേണ്ടി വന്ന മന്നാണ്. അങ്ങനെ വരുമ്പോൾ ആ നിബന്ധനയുടെ തുടക്കത്തിലും അതിൻ്റെ ജവാബിൻ്റെ ഭാഗത്തുമുള്ള മുദാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടും. ഇപ്പോൾ ഇത്തഖ എന്നുള്ളതാണ് മാദിയായ രൂപം, യത്തഖീ എന്നുള്ളതാണ് മുദാരി. ആ യത്തഖീ എന്നുള്ളതിൻ്റെ മുമ്പിൽ മൻ വരുമ്പോൾ മൻ യത്തഖി എന്നാവും. കാരണം ജസ്മ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അവസാനത്തെ ആ യാ നഷ്ടപ്പെടും. അപ്പോൾ വമൈ യത്തഖി എന്നേ പറയുള്ളൂ, വമൈ യത്തഖി എന്ന് പറയില്ല. വമൈ യത്തഖില്ലാഹ എന്നെടുക്കുമ്പോൾ ആ വമൈ യത്തഖി, ആർ സൂക്ഷിക്കുന്നുവോ, ഇല്ലാഹ അള്ളാഹുവിനെ. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദം അവിടെ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്, മഫ്ഊലുൻ ബിഹിയാണ്. അതുകൊണ്ടാണ് അള്ളാഹ എന്ന് ഫതഹുള്ള രൂപത്തിൽ, നസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. അതുകൊണ്ടാണ് വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു. അത് അതിൻ്റെ ജവാബാണ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് എന്ത് കിട്ടും? യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. യജ്അൽ ലഹു, അവർക്ക് അള്ളാഹു ആക്കി കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ജവാബ്. ആ ജവാബ് തുടങ്ങുന്ന സ്ഥലത്തുള്ള മുദാരിയായിട്ടുള്ള ക്രിയക്കും ജസ്മ് കിട്ടണം. അതുകൊണ്ടാണ് യജ്അലു എന്നുള്ളത് യജ്അൽ എന്നായി മാറിയത്. യജ്അൽ ലഹു മിൻ അംരിഹി. മിൻ ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് അംരി എന്ന് എഴുതിയത്. അംരിഹി യുസ്ര. വദാലിക അമ്രുല്ലാഹി. അമ്രുല്ലാഹി എന്നെടുക്കുമ്പോൾ അമ്രിനെ അള്ളാഹുവിലേക്ക് ചേർത്തു. അമ്ര എന്നുള്ളത് മുദാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുദാഫിൻ ഇലൈഹിയാണ്. ആ അള്ളാഹു എന്നുള്ളത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് അള്ളാഹി എന്നെഴുതിയത്, അമ്രുല്ലാഹി. അൻസലഹു ഇലൈക്കും വമൈ യത്തഖില്ലാഹ. ഇവിടെയും മന്നു വന്നു, ഷർത്തിൻ്റെ മന്നാണ്. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ യുകഫിർ അൻഹു. യുകഫിറു എന്നുള്ളത് യുകഫിർ എന്നായി. കാരണം ആ ഒരു മനിന് ശേഷം വരുന്ന അതിൻ്റെ ജവാബാണ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് അള്ളാഹു മായ്ച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ജവാബാണ് യുകഫിർ അൻഹു. എന്തിനെ മായ്ച്ചു കൊടുക്കുക? സയ്യിആത്തിഹി. അപ്പോൾ സയ്യിആത്ത് എന്നുള്ളത് അതിൻ്റെ മഫ്ഊലുൻ ബിഹിയാണ്. അവരുടെ പാപങ്ങൾ, അവരുടെ തിന്മകളെ മായ്ച്ചു കൊടുക്കും. അപ്പോൾ തിന്മകളെ എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റാണ്. അലിഫും താവും പദങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്ന അത്തരം പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ടി വന്നാൽ അത് ആ ഒരു കസറുള്ള അക്ഷരം കൊണ്ടാണ് അതിൻ്റെ നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ അവിടെ ആത്തി എന്നുള്ളത് കൊണ്ട് അത് നെസ്ബിനെയാണ് സൂചിപ്പിക്കുന്നത്. സയ്യിആത്തി എന്നുള്ളത് നെസ്ബിൻ്റെ രൂപമാണ്. സയ്യിആത്തിഹി വയുളിം ലഹു അജ്റൻ. ഈ യുളിം എന്നുള്ളത് ശരിക്ക് നേരത്തെ യുകഫിർ എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തതാണ്, മഅ്തൂഫാണ്. അവരുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല വയുളിം, ഉയർത്തുകയും ചെയ്യും, വമ്പിച്ചതാക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് ഇതിനെ മഅ്തൂഫ് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് യുകഫിർ എന്ന് എഴുതിയ പോലെ തന്നെ ഇതും എഴുതണം, വയുളിം. ഇതും ജസ്മ് കിട്ടിയ രൂപത്തിലാണ്. യുകഫിർ ജസ്മ് കിട്ടിയ രൂപത്തിലാണ്, യോളിമും ജസ്മ് കിട്ടിയ രൂപത്തിലാണ്. യോളിം ലഹു അജ്റൻ. എന്താണ് വമ്പിച്ചതാക്കുക? അജ്റൻ, പ്രതിഫലം. അപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയാണ്. അതുകൊണ്ടാണ് അജ്റൻ ഫതഹ തൻവീൻ ഇട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.